access to services, mental health in catastrophes and emergencies. As part of Lions International Service Week starting from October 4 to 12, Lions and Leo Club of Trivandrum Tirumala of Region 10 Mango from Lions International District 318A has conducted numerous awareness programs regarding the mental health and well-being. In general, mental health and well-being is a broad theme encompassing the ability to cope with life stresses, realizing your abilities and contribute to your community. Taking this in mind, the Lions and Leos work tirelessly for the accomplishment of this service week. To gain the attention of the society, efficient psychiatrists and psychologists took classes in schools, colleges and in corporate levels. They also conducted walkathons, awareness programs, flash mobs, yoga sessions, etc. So, let's commit to being kind, listening without judgment, and encouraging others to seek help, as caring for our mental well-being is a sign of strength. We declare our unflinching loyalty to our national flag and maintain that its course shall be our course and that each individual amongst us shall make genuine efforts to add to its luster and glory and make it fly proudly aloft in the amity of nations. മറ്റൊരു ക്ലബിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നത് തിരുമല ലയൺസ് ക്ലബ്ബാണ്. ഒരു നല്ല വീഡിയോ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവൽ തന്നെ അംഗീകാരത്തിന് കാരണമായിരിക്കണം. അവരുടെ വലിയൊരു എഫർട്ട് ഞാൻ ഇപ്പോൾ കൃതജ്ഞതയോട് ഓർക്കുന്നു. ഞാൻ എന്യൂമറേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മാനസികാരോഗ്യ ദിനത്തിൽ ഒരു ടൂറിന് കൊണ്ടുപോയി. അവിടെ അടച്ച മുറികളിൽ കഴിയുന്ന ആളുകൾ അവർക്കൊരു മാനസിക ഉല്ലാസം ഉണ്ടാകുന്നതിന് വേണ്ടി അവരെ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ദിവസം മുഴുവൻ അവരോടൊപ്പം ചെലവഴിക്കുകയും അതുപോലെ തന്നെ വിത്ത് ഡിസ്ട്രിക്ട് കളക്ടർ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി ബഹുമാന്യനായ ജി അനിൽ സാറിന്റെ സാന്നിധ്യത്തിൽ ഒരു വാക്കത്തോട് നമ്മൾ നടത്തുകയുണ്ടായിട്ട് ജില്ലയിലുടനീളം വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിച്ചു. മൾട്ടിപ്പിൾ ഏറ്റവും അധികം പ്രോഗ്രാംസ് നടത്തിയത് നമ്മുടെ ഡിസ്ട്രിക്റ്റാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തില് ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം നടത്തിയത് ഡിസ്ട്രിക്ട് 318A ആണ്. അതിനെനിക്ക് ഒരു അംഗീകാരവും കിട്ടി. എല്ലാവരും ഉണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ആ വീഡിയോ എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ച് ലയൺ ശ്രീകുമാറാണ്. അതിനുവേണ്ടി അത് എഡിറ്റ് ചെയ്തത് ലയൺ രജിത ശ്രീകുമാർ. അതിന് ശബ്ദം കൊടുത്തത് ലിയോ ലക്ഷ്മി. ഞാൻ ആ സൗണ്ട് ആദ്യം കേട്ടപ്പോൾ രജിതയുടെ അടുത്ത് ചോദിച്ചു, ഇത് രജിതയാണോ ശബ്ദം കൊടുത്തത് ലക്ഷ്മിയാണോ ശബ്ദം കൊടുത്തത്? അത്ര പക്വതയോടുകൂടി ആയിരുന്നു ആ ശബ്ദം കൊടുത്തിരുന്നത്. ലയൺ അനിൽകുമാർ തിരുമല ക്ലബ്ബിൽ നമുക്കറിയാം, അദ്ദേഹം അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തു, നമ്മളോട് സംസാരിക്കും. ഇത്ര അധികം പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഞാൻ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറോട് പറയുമായിരുന്നു, ഗ്ലോബൽ കോസസുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിട്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് മാറും എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറോട് പറയായിരുന്നു. അത്രയധികം നമ്മുടെ ലയൺ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ തിരുമല ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തകരെ എല്ലാം അഭിനന്ദിക്കാനായി ഈ അവസരം ഉപയോഗിക്കുന്നു. മനസ്സിൻ്റെ വേദനകൾ അനുഭവിക്കുന്നവരുടെ എന്നാലാകുന്ന രീതിയിൽ അതിൽ ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുകയും അതിൻ്റെ ഫലം ഞാൻ അധ്യാപകനാണ്, ഒരു സൈക്യാട്രിസ്റ്റ് എന്ന് തന്നെ പറയുന്നത് പോലെ എൻ്റെ കൂടുതൽ സഫലത എനിക്ക് തോന്നുന്നത് ഞാനൊരു അധ്യാപകനായിരിക്കുമാണ്. മനസ്സിൻ്റെ വേദനകൾ, മനസ്സിൻ്റെ വീഴ്ചകൾ
മനസ്സിന്റെ നോവുകൾ പരിഹരിക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ഇതൊരു ഭയങ്കര ഫിസിക്സാണ്. വേറെ ഒരിടത്തും ഈ ഫിസിക്സ് ഇല്ല. ഒരാഘാതത്തിന്റെ കൂടെ ഒരാഘാതം കൂടെ കൊടുത്താൽ നെഗറ്റീവ് എഫക്റ്റേ വരുള്ളൂ. പക്ഷെ മനസ്സ് മറിച്ചാണ്. ഇത് തന്നെ മാത്രമാണ് എനിക്ക്. അപ്പൊ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് ജെയിൻസിക്കോ ഡിസ്ട്രിക്ടോ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ചുറ്റും നോക്കിയാൽ ചെയ്യാനുള്ള ഒത്തിരി കാണും. അങ്ങനെ ഒരിക്കലും മെന്റൽ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. യു ലുക്ക് അറൗണ്ട്, യു വിൽ ഫൈൻഡ്. ഏതാണ്ട് 140ഓളം ക്ലബ്ബുകൾ ഇതിനകത്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിന് വലിയ കാര്യമാണ്. ഇന്റർനാഷണൽ 3 ഏരിയയിലാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളുടെ ഏരിയയിൽ മെന്ററിങ് പ്രോഗ്രാം നടത്താൻ പറയും ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി. അതുപോലെ രണ്ടാമത് എൽഡേർലി ആൾക്കാർക്ക് ഒരുപാട് സ്ട്രെസ്സും ഉണ്ട്, ലോൺലിനെസ്സും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലും ഈ അവയർനെസ് പ്രോഗ്രാം നടത്തിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് നന്ദമാന ലയൺസ് ക്വസ്റ്റ് പ്രോഗ്രാം ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാനും ആ കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവരാനായിട്ടും അതിന് പറയുന്നത്. ഇതിനാണ് നമ്മുടെ ഈ മെന്റൽ ഹെൽത്തിന് ഇനി ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്ന വർഷങ്ങളിലൊക്കെ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ അതുപോലെ തന്നെ വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റ് ലയൺസ് അനാഥ സുഹൃത്തുക്കൾ, നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ നേരത്തെ ഇവിടെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സന്തോഷവാനാണ് അദ്ദേഹം. ഇതിൽ ഇരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സന്തോഷവാനാണ് അദ്ദേഹം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഡോക്ടർ സംസാരിച്ചത് ഇത് നാച്ചുറലായിട്ടാണ്, ഒരു പ്രസംഗം എന്നുള്ളതല്ല. അദ്ദേഹം മനസ്സ് തുറന്ന് അദ്ദേഹം നമ്മളുമായിട്ട് സംവദിക്കുകയാണ് ചെയ്തത്. അത് എൻ്റെ രണ്ടാമത്തെ സന്തോഷത്തിൻ്റെ കാര്യം അതാണ്. ജെയിൻസിക്കും അദ്ദേഹത്തിനേക്കാളും സന്തോഷമെന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഡോക്ടറെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. കിട്ടിയെന്നുള്ള ഇന്ന് കിട്ടി ഡോക്ടർ പോകാൻ പറ്റില്ലത്. ഡോക്ടറോട് പെട്ടുപോയി. ഇനിയിപ്പം ലയൺസ് ക്ലബിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഓഫീസ് വരുമ്പം അവിടെ നമ്മൾ പകർവീട് പോലുള്ള മെൻ്റൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചെയ്യും. ആ ചെയ്യുന്നതിന് നമുക്ക് കിട്ടിയിരിക്കുന്നു 2 ഡോക്ടേഴ്സിനെ ഇവിടെ എക്സ്ട്രാ സാഗർ ഡോക്ടറെ കൂടാതെ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ് ഞാൻ തന്നെ. എല്ലാ ക്ലബ്ബുകളും എല്ലാ ആസിമാരും എല്ലാ ISRCമാരും ഇതിനോട് 100% നീതി പുലർത്തി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ലാസ്റ്റ് ഡേ വരെ ഞങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായി നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ അഭിമാനിക്കാവുന്ന രീതിയിൽ ഒപ്പം ശ്രീകുമാർ തിരുമല കൊക്കു ശ്രീകുമാർ ടീം കൂടെ ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ആയിട്ട് അതിൻ്റെ ഫലമാണ് നമുക്ക് വീഡിയോയിൽ ഒന്നാമതെത്താൻ സാധിച്ച സംശയമില്ല. ഏറ്റവും നന്നായി ഈ പ്രോഗ്രാം ചെയ്ത എല്ലാവരെയും PSTസിനെയും RCSRCസിനെയും ECയും GSTയെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഉള്ള പ്രസക്തി തിരിച്ചറിയപ്പെടുന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഇതിനെ എടുക്കാം. ഇന്ത്യൻ ജനസംഖ്യയിൽ 10.6% ആളുകൾ എന്തെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വ്യക്തിയുടെ പൗരന്റെ മാനസികാരോഗ്യ സുസ്ഥിതിയും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന സവിശേഷത. അതോടൊപ്പം തന്നെ 1938 ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ വികസന പഠനം ഹാർവാർഡ് സ്റ്റഡി ഓൺ അഡൽട്ട് ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയുടെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ 5 കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യത്തെ 4 ചിട്ടയായ ഭക്ഷണക്രമം, കൃത്യമായിട്ടുള്ള വ്യായാമം, മദ്യവർജന, പുകവലിയും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക, ഇതൊക്കെ ആയുസ് കൂട്ടുമെന്ന് പറയുന്നു. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ഒരു വ്യക്തിയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന അയാളുടെ ചെറുപ്പത്തിൽ വികസിപ്പിക്കുന്ന വ്യക്തി ബന്ധങ്ങളുടെ എണ്ണവും ഗുണനിലവാരവും. ഈ എക്കണോമിക് സർവേയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇന്നത്തെ യുവതലമുറ വിദ്യാർത്ഥികൾ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോകുന്നതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. ഡിജിറ്റൽ വിപ്ലവം എങ്ങനെയാണ് കൗമാര മസ്തിഷ്കങ്ങളെ വയറ് ചെയ്തിരിക്കുന്നത് എന്നും ഈ രേഖയിൽ പറയുന്നു.